ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ബട്ടർ ചിക്കനാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റിനായി വെക്കാം. അരമണിക്കൂറിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. ഇതിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ട് മെൽട്ടാക്കി എടുക്കാം. ഇനി ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബട്ടർ ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ചെറിയൊരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാള അരിഞ്ഞത് ചേർക്കാം. 4 പച്ചമുളക്, 10-15 ബദാം കൂടി ചേർത്ത് മിക്സാക്കി എടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ആക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടൊമാറ്റോ കട്ട് ചെയ്തിടാം. ഇനി ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് മിക്സ് ആക്കാം. രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഇത് പാനിലേക്ക് അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ബട്ടർ കൂടി ചേർത്ത് മിക്സാക്കി എടുക്കാം. ഇനി ഇത് തിളപ്പിക്കരുത്. അവസാനമായി അല്പം ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയും ക്രീമിയുമായിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ബട്ടറുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.